ആ നാടിന്റെ പുനർനിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ അല്ലാതെ ഇപ്പൊ അവിടെ റോഡുകൾ നിർമ്മിക്കണം, പാലങ്ങൾ നിർമ്മിക്കണം, വിദ്യാലയങ്ങൾ നിർമ്മിക്കണം, 2 ഗ്രാമങ്ങൾ തന്നെ അല്ലെങ്കിൽ 2 പട്ടണങ്ങൾ തന്നെ ഉണ്ടാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. ഇതിന് തൊട്ടടുത്തുള്ള കവളപ്പാറയിൽ അല്ലെങ്കിൽ മൂന്നാറിൽ ഇതുപോലെ ഉരുൾപൊട്ടലുണ്ടായവർക്ക് എല്ലാവർക്കും വീട് കൊടുത്താന്ന് ഫിറോസ് ഒന്ന് അന്വേഷിക്കും. നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന വേർപ്പിന്റെ പൈസ, ആടിനെ വിറ്റ് ഉമ്മ പൈസ തന്നു, സൈക്കിള് മേടിക്കാൻ വെച്ചിരിക്കുന്ന ആ പൈസ എടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു, കുടുക്ക പൊട്ടിച്ച് മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ഒരു ബീഡി തൊഴിലാളി തന്റെ 2 ലക്ഷം രൂപ കൊടുത്തു. 596 കോടി രൂപ നീക്കിയിരിപ്പുള്ള മഹാസിനിമാ നടന്മാര് 25 ലക്ഷമാണ് കൊടുക്കണം. ഈ ദുരിതാശ്വാസമൊക്കെ കട്ടാൽ ഈ പോക്കറ്റ് അടിക്കാരന്റെയും മാല പൊട്ടിക്കണവന്റെയും കേസ് പോലെ എടുത്താൽ പോരാ, അത് കർശനമായിട്ട് എടുക്കണം. അത് പിന്നെ ആവർത്തിക്കരുത്. ഒരു സങ്കടകരമായ ഒരു കാര്യം പറഞ്ഞോട്ടെ ഫിറോസ് ഇപ്പൊ വലിയ വായിൽ ഇങ്ങനെ പറഞ്ഞു, എത്രയോ ആൾക്കാരുടെ വീട് ഒഴുകിപ്പോയെന്ന്. ദേ ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, അടഞ്ഞു കിടക്കണ വീട് ഇന്നലെ രാത്രി 3-4 പേർ കുത്തി തുറന്ന് അവരുടെ അലമാരി തുറന്ന് അതിന്റെ അകത്തുനിന്ന് സാധനങ്ങൾ എടുത്തോണ്ട് പോയിരിക്കുന്നു. അപ്പൊ മലയാളിയുടെ മനസ്സ് എവിടെയാണ് എന്റെ ഫിറോസെ? സത്യത്തിൽ ഇതൊരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു CM-ന്റെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടാണ്. ആ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് CM-ന്റേതാണ് എന്ന് പറയുന്ന ഒരു തോന്നൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് മഹാഭൂരിപക്ഷത്തിൽ ഇപ്പൊ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു പ്രശ്നം. കുടിയേറിയുടെ ഗൺമാൻ മരിച്ചതിന് 20 ലക്ഷം രൂപ എടുത്തു കൊടുക്കുന്നു. ഉഴവും വിജയൻ അതായത് NCPയുടെ ഒരു സംസ്ഥാന നേതാവാണ് അദ്ദേഹം. കേരളത്തിൽ എന്താണ് സംഭാവന നൽകിയിട്ടുള്ളത് നമുക്കൊന്നും അറിയില്ല. ഇനി സംഭാവന നൽകിയിട്ടെങ്കിൽ പോലും പോട്ടെ, ഈ ദുരിതാശ്വാസ നിധിയിൽ പണമെടുത്ത് കൊടുക്കുന്നു. അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഫിറോസ് ഉത്തരത്തെക്കാട്ടിലും വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതെനിക്ക് മനസ്സിലായി, രതീഷിന് മനസ്സിലായിട്ടുണ്ടാവും പിണറായി വിജയന്റെ ഇതൊക്കെ. ഞാനൊരു കാര്യം പറയാം, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നമുക്ക് വിവരാവകാശം ചോദിക്കാൻ പോലും പറ്റില്ല. NBTCയുടെ കുവൈറ്റിൽ ഈയിടക്ക് തീ പിടിച്ചു പോയ അതിന്റെ ഓണർ KG എബ്രഹാം സാറ് 5 കോടി രൂപ 2018 വെള്ളപ്പൊക്കത്തിൽ 5 കോടി രൂപ കൊടുത്തിട്ട് അദ്ദേഹം ചോദിച്ചു ഇത് എവിടേക്കാണ് മുടക്കിയെന്ന് വെച്ചാൽ ഈ 5 കോടി രൂപ മുടക്കിയവനോടൊന്ന് പറഞ്ഞുകൂടെ ഇത് എവിടെയാണെന്ന്? അത് പറഞ്ഞോ? എന്നിട്ട് അദ്ദേഹം വന്ന് പത്രസമ്മേളനം നടത്തിയില്ലേ, ഞാൻ ഇനി ഒറ്റ പൈസ കൊടുക്കൂല, ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാന്ന്. എന്താ അതിന് ഇപ്പോഴും ഉത്തരം പറയാത്തത്? പ്രിയപ്പെട്ടവരെ, സമാനതകളില്ലാത്തൊരു ദുരന്തമുഖത്താണ് നമ്മൾ. ആ ദുരന്തമുഖത്ത് ചില വിവാദങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രചാരണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സത്യവും മിഥ്യയും എന്താണ്, പ്രചാരണങ്ങളിൽ വസ്തുതയുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടമാണ്. സ്വാഭാവികമായും അഭിപ്രായം രേഖപ്പെടുത്താൻ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ മരിക്കാൻ വരെ തയ്യാറാകുന്ന ഒരു ജനതയാണ് കേരള സമൂഹം. ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങളുടെ അടിസ്ഥാനം എന്താണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം ഒരു ജനാധിപത്യ സമൂഹത്തിൽ. ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാമൂഹ്യ സേവകനും മാധ്യമപ്രവർത്തകനും ജനപക്ഷത്തിന്റെ നേതാവുമായ ശ്രീ ബെന്നി ജോസഫ്, കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുന്ന മനുഷ്യനാണ് എന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അറിയാം. ശ്രീ ബെന്നി ജോസഫ് ആണ് ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത്. അല്പസമയത്തിനുള്ളിൽ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രതീഷ് ചക്രവാണിയെ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശ്രീ രതീഷ് ചക്രവാണിയും ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരും. ശ്രീ ബെന്നി ജോസഫ്, അങ്ങ് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വിവാദങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ആമുഖം? നമസ്കാരം ഫിറോസെ, സലാം അലൈക്കും. വലൈക്കും സലാം. ആദ്യം തന്നെ 350ഓളം പേർ മരിച്ച്, നിരവധി പേർ വീടും കുടിയും ഇല്ലാതെ, മക്കളെ നഷ്ടപ്പെട്ട്, ഭാര്യയെയും അമ്മയെയും എല്ലാം നഷ്ടപ്പെട്ട്, കുടുംബം മൊത്തം നഷ്ടപ്പെട്ട് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഒരു ആദരാഞ്ജലിയെങ്കിലും അർപ്പിക്കണം. ഞാൻ എന്നും വയനാടിനോടൊപ്പമാണ്, ഞാൻ എന്നും പാവപ്പെട്ടവരോട് കൂടെയാണ്, ഞാൻ എന്നും നീതിയോടൊപ്പമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പല വിധത്തിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ എനിക്ക് കറക്റ്റ് 1 മിനിറ്റ് പുറകിലോട്ട് പോകാൻ അനുവദിക്കണം. സുനാമി വന്നപ്പോൾ വലിയ കൊള്ളയാണ് നടന്നത്, തട്ടിപ്പാണ് നടന്നത്. അതിനെക്കുറിച്ച് പറയാൻ പോയപ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, നിരവധി പേർ മരിച്ചു കിടക്കുമ്പോൾ ബെന്നി നമുക്ക് ആ വിഷയം എടുക്കണോ? ഞാൻ വിചാരിച്ച് വേണ്ട, പോട്ടെ. അതിനുശേഷം ഓക്കി വന്നു, അതിൽ കുറെ പേര് മരിച്ചു, അതിലും
കുറെ തട്ടിപ്പ് നടന്നു. നിങ്ങൾക്കറിയാം, മത്സ്യത്തൊഴിലാളികൾ നിലവിലെ മുഖ്യമന്ത്രിയെ പങ്കായം വെച്ച് ഓടിച്ചിട്ടതും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതും എല്ലാവർക്കും അറിയാം. അതിനുശേഷം നിപ്പ വന്നു. കോവിഡ് എന്ന മഹാമാരി ലോകം മുഴുവൻ വന്നു. അതായത് കോടീശ്വരനും പാവപ്പെട്ടവനും, ലണ്ടനും അമേരിക്കയും ബ്രിട്ടനും ഇന്ത്യയും കേരളവും കൊച്ചി, ഞാനിരിക്കുന്ന കലൂരും എല്ലാം കോവിഡ് വന്ന് സ്തംഭിച്ചു നിൽക്കുമ്പോൾ ഈ കോവിഡിൽ പോലും എത്ര കളവാണ് നടന്നത്. കോവിഡിൽ കിറ്റ് മേടിച്ചത്, എയർ കണ്ടീഷൻ മേടിച്ചത്, അങ്ങനെ പല വിധത്തിൽ എന്തോരം കൊള്ളയാണ് നടന്നത് കോവിഡിൽ. 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒത്തിരി കാശ് എന്റെ സുഹൃത്തുക്കൾ വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലോട്ട് ഇട്ടു. ഞാനും എന്റെ ഭാര്യയും കോവിഡിനും 2018 വെള്ളപ്പൊക്കത്തിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം ഇട്ടതാണ്. എറണാകുളം ജില്ലയിൽ മാത്രം 300 കേസ് രജിസ്റ്റർ ചെയ്തു, തട്ടിപ്പ് ചെയ്തതില്ല 300 കേസ്. അതിൽ ഒരു ഡെപ്യൂട്ടി കളക്ടറും ഒരു ഭാര്യയും ഭർത്താവിനെയൊക്കെ അറസ്റ്റും ചെയ്തു. 4 കൊല്ലമായിട്ട് ഈ കേസ് എവിടെ എത്തിയിട്ടില്ല. പല കേസും ഇന്നും ചാർജ് ചെയ്തിട്ടില്ല. ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ പിടിപാടുള്ള ഉന്നതന്റെ ഒരു കേസ് വന്നാൽ നമുക്ക് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്തം കമ്മികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, അടിമകളെ പോലത്തുള്ള രാഷ്ട്രീയ അണികൾ, അവർ ചോദിക്കും തെളിവ് കൊണ്ടുവരാൻ. ഞാൻ ഇവിടെ നിന്ന് തെളിവ് കൊണ്ടുവന്നെ. തെളിവ് കൊണ്ടുവന്ന 2-3 കാര്യവും കൂടി പറയാം. തെളിവ് കൊണ്ടുവന്നാൽ ഇവരെന്ത് തേങ്ങാക്കൊലയാണ് ഇവർ പുഴുങ്ങി തന്നെന്നും കൂടി ഞാൻ ചോദിക്കാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്ക് വെബ്സൈറ്റിൽ ഇടാൻ ഇവർക്ക് എന്താ ബുദ്ധിമുട്ട്? ആ വെബ്സൈറ്റിൽ നിങ്ങളിപ്പോ കയറി നോക്കുക. ഞാൻ ഇന്നലെയും കയറി നോക്കി. 4200 കോടി രൂപ കിട്ടി, 4100 കോടി രൂപ ചെലവാക്കി, 6200 രൂപ വെച്ച് 1 ലക്ഷം പേർക്ക് കൊടുത്തു എന്നൊക്കെ അല്ലാതെ ആർക്ക് ഒരു വില്ലേജിൽ എത്ര പേർക്ക് കൊടുത്തു അങ്ങനെ പറയാനോ, അല്ലെങ്കിൽ ഒരു താലൂക്കിലും ഒരു ജില്ലയിലും എത്ര വീട് വെച്ച് കൊടുത്തു എന്നോ, അങ്ങനെ ഒരു കൃത്യതയില്ലാത്ത ഒരു ഒഴുക്കൻ കണക്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് അഡ്വക്കേറ്റ് ഹാരിസ് വാസുദേവൻ പറയുന്ന 2018 പഴയ വീഡിയോ എടുത്തിട്ട് അലക്കുന്നുണ്ട്. മാതൃഭൂമിയും മനോരമയും മിക്കവാറും ചാനലുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് പുകഴ്ത്തി പറയുമ്പോൾ അഡ്വക്കേറ്റ് ഹാരിസ് വാസുദേവൻ ഇന്നലെ എന്നോട് സംസാരിച്ചത് ഇപ്പൊ വൈറലായിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇതിനൊരു സുതാര്യതയില്ല, വിവരാവകാശം വെച്ച കിട്ടില്ല. അത് സ്വാഭാവികമായും അത് കേരളം ശ്രദ്ധിച്ച ഒരു അഭിപ്രായം തന്നെയാണ്. കേരളം ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് ചർച്ചയും ആകുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഇത് ചർച്ച ചെയ്യാനിരിക്കുന്നത് പോലും അത്തരം ചില അഭിപ്രായ പ്രകടനങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം പുറത്തു കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകനും സാമൂഹ്യ സേവകനും കൂടിയാണ് അങ്ങ്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനമായി ഒരു നാട് ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ഒരു നാട് ഒലിച്ചു പോകുമ്പോൾ ആ നാടിന്റെ പുനർനിർമ്മാണമാണ് നമുക്ക് മുൻപിലുള്ള വലിയ വെല്ലുവിളി. ആ നാടിന്റെ പുനർനിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ അല്ലാതെ ഇപ്പൊ അവിടെ റോഡുകൾ നിർമ്മിക്കണം, പാലങ്ങൾ നിർമ്മിക്കണം, വിദ്യാലയങ്ങൾ നിർമ്മിക്കണം, 2 ഗ്രാമങ്ങൾ തന്നെ അല്ലെങ്കിൽ 2 പട്ടണങ്ങൾ തന്നെ ഉണ്ടാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. അതിനെന്ത് പകരം സംവിധാനം എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് മറുപടി പറയണമല്ലോ. അല്ലെങ്കിൽ അതിന് പകരം സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മള് മറുപടി ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതിലോട്ട് വരാം ഫിറോസ്, ഇത്തിരി തിരക്ക് കൂട്ടരുത്. ഇത് ഒരു ജില്ലയിലെ ഒരു വലിയ സ്ഥലം ഒഴുകിപ്പോയി 2000 കുടുംബങ്ങൾ വഴിയാധാരമായി, ഒരു പഞ്ചായത്ത് തന്നെ ഒഴുകിപ്പോയൊരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന ആ വീട് തല്ലിപ്പൊളിച്ച് കളഞ്ഞ് പുതിയതൊന്നും ആരും പണിയണ്ട. അതിൻ്റെ അകത്ത് മാറാമ്പിലുകൾ തൂത്തുമാറ്റി ചില ചോർച്ചകൾ അടച്ച് അത് കുറച്ചും കൂടി സുതാര്യതയാക്കാൻ നമ്മൾ 5 ദുരിതങ്ങൾ, ഈവൻ 2018 ഇതിന് തൊട്ടടുത്തുള്ള കവളപ്പാറയിൽ അല്ലെങ്കിൽ മൂന്നാറിൽ ഇതുപോലെ ഉരുൾപൊട്ടൽ ഉണ്ടായവർക്ക് എല്ലാവർക്കും വീട് കൊടുത്താന്ന് ഫിറോസ് ഒന്ന് അന്വേഷിക്കും. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ വാർത്തകളാണ്. അത് ഏത് മാമാപത്രമാണെങ്കിലും
ഇന്ന് 300 പേര് മരിച്ച് നാളെ 500 പേര് മരിച്ചാൽ ഈ കവളപ്പാറയൊന്നും ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ പിറ്റേ ദിവസം 500 പേര് മരിച്ചല്ല. നമ്മള് കർണാടകയിൽ ഒരു പാവം ലോറിയായിട്ട് പോയിട്ട് നമ്മുടെ ചാനൽ 5-8 ദിവസമായില്ലേ, ഇപ്പൊ അവനെ നമ്മ മറന്നില്ലേ? സിദ്ധാർത്ഥിനെ വെള്ളം കുടിക്കാണ്ട് തല്ലിക്കൊന്നത് നമ്മ മറന്നില്ലേ? സ്വപ്നയും സരിതയും നമ്മ മറന്നില്ലേ? ഉമ്മൻചാണ്ടിയെ നമ്മ മറന്നില്ലേ? അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഇന്ന് ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രി ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ പോരെ? ഇതിൽ ചില പാളിച്ചകൾ പറ്റി അത് മുഖ്യമന്ത്രി കട്ടുന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ കൂടെ നിൽക്കുന്നവരും അണികളുമായി കട്ടത് പിടിച്ചല്ലോ. അപ്പൊ മുഖ്യമന്ത്രിക്ക് ഒരു പത്രസമ്മേളനം നടത്തിയാൽ മതി. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നു, ചില പാകപ്പിഴകളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടായി, നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി മുതൽ ഇതിൻ്റെ അകത്ത് 1 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവാക്കുന്ന എല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാം. അത് പ്രത്യേകമായി ഓഡിറ്റ് ചെയ്യാൻ സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിലുള്ള കുറച്ചു പേർക്ക് അവകാശം കൊടുക്കാം. കാരണം എല്ലാവരും കള്ളന്മാരല്ലല്ലോ. അപ്പോൾ ഈ ഉള്ള വീട് പൊളിച്ചു കളയേണ്ട നിങ്ങൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തികച്ചും ഏജ് ഓഡിറ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഏജ് ഓഡിറ്റിംഗ് നടത്തി എത്ര കേസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? ഞങ്ങൾ കൊച്ചിൻ കോർപ്പറേഷന്റെ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തീരാന് മുമ്പ് കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് ഓർഡർ മേടിച്ചു കൊടുത്തിട്ട് അവർ 25 ദിവസമായി അത് പുഴുങ്ങി വെച്ചേക്കണം. ഞാൻ ചത്തുപോയി എന്ന് പറഞ്ഞ ഫിറോസെ, ഞാൻ ചത്തുപോയി എന്ന് താൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ 15 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ രക്ഷപ്പെട്ടിരിക്കും. കാരണം ദൈവത്തിന്റെ കളിയാണ് ഹാർട്ട് രണ്ടാമത് വർക്കി. ഒരു 14 നിലയുള്ള എറണാകുളം ജില്ലയിലെ 14 നിലയുള്ള ഗാലക്സി ബിൽഡിംഗ് പണി തീരുന്നതിന് മുമ്പ് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റാൻ വേണ്ടി കൊച്ചിൻ കോർപ്പറേഷൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഞാൻ കോടതി ചെന്നിട്ട് പറഞ്ഞു, ഇതിന്റെ പണി തീർന്നിട്ടില്ല, കറണ്ട് ഇല്ല, വെള്ളമില്ല, കക്കൂസില്ല, സെപ്റ്റി ടാങ്ക് ഇല്ല. ഇതെങ്ങനെ കൊടുത്തു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, റിട്ടയർ ചെയ്ത ഒരു കോർപ്പറേഷനിലെ എഞ്ചിനീയർ അത് കൊടുത്തു. ഞാൻ പറഞ്ഞു അത് തിരിച്ചു പിടിക്കാൻ പറഞ്ഞു. തിരിച്ചു പിടിച്ചു. എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ, ഞാൻ 3 മാസമായി ബഹുമാനപ്പെട്ട കൊച്ചിൻ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ അടുത്ത് നടക്കണം. ഞാൻ വെല്ലുവിളിക്കുന്നു, ഞാൻ ആ പറഞ്ഞ സർട്ടിഫിക്കറ്റ് തെറ്റാണെങ്കിൽ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. ഞാൻ എന്റെ എറണാകുളത്തുള്ള സ്വത്തുക്കൾ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലിട്ട് കൊടുക്കാം. കൊച്ചിയിലെ മേയർക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റും. അതൊരു സാമ്പിളായി ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അഴിമതി തീർത്ത് ഒരു സ്വർഗരാജ്യം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്റെ എളിയ അഭിപ്രായം എന്റെ പ്രേക്ഷകരോട്, വയനാടൻ ദുഃഖം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന വേർപ്പിന്റെ പൈസ, ആടിനെ വിറ്റ് ഉമ്മ പൈസ തന്നു, സൈക്കിള് മേടിക്കാൻ വെച്ചിരിക്കുന്ന ആ പൈസ എടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു, കുടുക്ക പൊട്ടിച്ച് മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ഒരു ബീഡി തൊഴിലാളി തന്റെ 2 ലക്ഷം രൂപ കൊടുത്തു, 596 കോടി രൂപ നീക്കിയിരിപ്പുള്ള മഹാസിനിമാ നടന്മാര് 25 ലക്ഷമാണ് കൊടുക്കണം. അതവിടെ നിൽക്കട്ടെ, എന്തെങ്കിലും ആവട്ടെ. മുഖ്യമന്ത്രിക്ക് ഇന്നും വേണമെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്താം, നാളെ നടത്താം. ഇത് സുതാര്യതയുള്ള ഒരു അക്കൗണ്ട് ആയിരിക്കും. CAG ഓഡിറ്റിങ്ങിനെ കുറിച്ച് പറയേണ്ട, CAG എടുത്തത് എത്ര? ജനങ്ങൾ 1 ലക്ഷം രൂപ തന്നാൽ, 10 ലക്ഷം രൂപ തന്നാൽ അത് എവിടെ ചെലവായി? ചെലവായിൽ പോയി എന്ന് പറയരുത്. ചെലവായിൽ പോയി, ചില അണ്ണാക്കിൽ പോയി എന്ന് പറയരുത്. എവിടെ ചെലവാക്കി? ആർക്ക് വീട് വെച്ചു കൊടുത്തു? എത്ര രൂപ കിട്ടി? ഇത് എങ്ങോട്ടൊക്കെ പോയി? പിന്നെ വകമാറ്റി ചെലവാക്കിയത് നിങ്ങൾക്കറിയാലോ. ഉഴവൂർ വിജയന് 25 ലക്ഷം രൂപയും രാമേന്ദ്രൻ സാറിന്റെ ഇതിന് 10 ലക്ഷം രൂപയും, കോടിയേരിയുടെ ഗൺമാൻ, അവർക്ക് പാർട്ടി വേറെ ലെവലിൽ പിരിച്ചുകൂടെ? എന്തിനാണ് നമ്മുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് കൊടുത്തത്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അതിന്റെ സുതാര്യത, പിന്നെ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞ, ഇവിടെ എത്ര തെളിവ് ഉണ്ടെന്നാലും ഒരു കോടതി പോയാൽ 4.5 ലക്ഷം കേസുകൾ കെട്ടിക്കിടക്കുന്ന കേരള ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് എപ്പോഴായിരിക്കും നീതി കിട്ടണം? 35 തവണ ലാവലിംഗ് കേസ് മാറ്റിവെച്ചു. ഇപ്പൊ പൊട്ടും എന്ന് പറയുന്ന മുല്ലപ്പെരിയാറിന്റെ കേസ് പോലും 3 മാസത്തിൽ എടുക്കണം. അങ്ങനെ പൊട്ടും എന്നുള്ള മുല്ലപ്പെരിയാർ പൊട്ടി 4 ജില്ല പോകുമെങ്കിൽ ഇവർക്ക് എല്ലാ ആഴ്ചയിലും ഈ കേസ് ഒന്ന് കേട്ടുകൂടെ? ഇന്നും മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പലരും പറയുമ്പോൾ ഞാൻ ചോദിക്കണ, ഒരു ഇന്റർനാഷണൽ, ഞാനൊരു ഇത്തിരി വഴി മാറിപ്പോണ്ട്, 4 ജില്ല ഒഴുകി പോകുമെന്ന് പറഞ്ഞ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ഇരുന്ന് റസൽ ജോയിയാണ് പറയേണ്ടത്. നല്ലൊരു ഡാം എക്സ്പെർട്ട്, ഡാം സയന്റിസ്റ്റ്, ഡാം എഞ്ചിനീയർ ഇന്റർനാഷണൽ ലെവലിൽ ഇവിടെ കൊണ്ടുവന്ന് അവരൊരു പഠനം നടത്തിയിട്ടല്ലേ. അല്ലാണ്ട് സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി വിജയനും നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും നരേന്ദ്രമോദിയും ഒന്നും അല്ല ഈ ഡാമിനെ കുറിച്ച് പറയേണ്ടത്. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വന്നാൽ, നമ്മൾ എല്ലാ അന്ന് അദ്ദേഹമായിരുന്നു. അപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ,
അത് പൊളിച്ചെഴുതണ്ട. അതിന്റെ ലീക്കുകൾ, അതിന്റെ ചോർച്ചകൾ, അതിന്റെ പോരായ്മകൾ എനിക്കും രതീഷിനും ഫിറോസിനും മനസ്സിലാവുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അതൊന്ന് ശരിയാക്കിയാൽ മതി. പിന്നെ 300 കേസ് എടുത്തിട്ടുണ്ട് 4 വർഷമായി. ഈ ദുരിതാശ്വാസമൊക്കെ കട്ടാൽ ഈ പോക്കറ്റ് അടിക്കാരന്റെയും മാല പൊട്ടിക്കണവന്റെയും കേസ് പോലെ എടുത്താൽ പോരാ, അത് കർശനമായിട്ട് എടുക്കണം. അത് പിന്നെ ആവർത്തിക്കരുത്. ഒരു സങ്കടകരമായ ഒരു കാര്യം പറഞ്ഞോട്ടെ ഫിറോസ് ഇപ്പൊ വലിയ വായിൽ ഇങ്ങനെ പറഞ്ഞു, എത്രയോ ആൾക്കാരുടെ വീട് ഒഴുകിപ്പോയെന്ന്. ദേ ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, അടഞ്ഞു കിടക്കണ വീട് ഇന്നലെ രാത്രി 3-4 പേർ കുത്തി തുറന്ന് അവരുടെ അലമാരി തുറന്ന് അതിൻ്റെ അകത്തുനിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അപ്പൊ മലയാളിയുടെ മനസ്സ് എവിടെയാണ് എന്റെ ഫിറോസെ? ഇത്രയും പട്ടാളക്കാരും പോലീസും അവിടെ ഉണ്ടായിട്ട് ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തേക്കണം, ഈ ദുരന്ത മുഖത്തുനിന്ന്, ഈ ശവത്തിൽ നിന്നും ആഭരണവും പൊതിയെടുത്തതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മാതൃഭൂമി. നമ്മൾ എങ്ങനെയുണ്ടോ മനുഷ്യരാണെന്ന് ഇനി പറയണത്? ഞാനും താനൊക്കെ മലയാളിയുടെ അഹങ്കാരവും സംസ്കാരത്തെ കുറിച്ച് ഇനി പറയാൻ പറ്റുമോ? ഈ നാട്ടിൽ നടക്കുന്ന അഴിമതികൾ, ഈ നാട്ടിൽ നടക്കുന്ന ചെറ്റത്തരങ്ങൾ, ഈ നാട്ടിൽ നടക്കുന്ന കൊള്ളയും വെച്ചിട്ട് മലയാളിക്ക് ഇനി അഹങ്കാരത്തോടുകൂടി സംസ്കാരത്തെയും സാക്ഷരതയും കുറിച്ച് പറയാൻ പറ്റുമോ? 10ാം ക്ലാസ് കഴിഞ്ഞവന് പഞ്ചായത്തിന്റെ പേരും അച്ഛന്റെ പേരും എഴുതാൻ പറ്റാത്തത് എന്തൊരു വിദ്യാഭ്യാസോടോ? അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നല്ല രീതിയിൽ ചോർച്ചയില്ലാതെ എനിക്കും നിങ്ങൾക്കും പണം കൊടുത്തവനും കിട്ടുന്നവനും എല്ലാം അറിയുന്ന സുതാര്യതയുള്ള ട്രാൻസ്പെറന്റ് ഉള്ള ഒരു സംഗതിയായാൽ ഞങ്ങൾ വിമർശിക്കില്ല. ആ കണക്ക് ഞങ്ങൾക്കറിയണം, അതെന്റെ അവകാശമാണ്. ജോസഫ്, പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അങ്ങ് പറയുന്നതിൽ കൃത്യമായ ന്യായമുള്ള വശമുണ്ട്. കാരണം അതിന്റെ സുതാര്യത, അങ്ങ് എനിക്ക് തോന്നുന്നു ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാസ ജീവിതം തുടങ്ങിയ ആളാണ് അങ്ങ്. 1979 മുതൽ അങ്ങ് ദുബായിൽ, എനിക്ക് തോന്നുന്നു ദുബായിൽ ഈ ജീവസന്ധാരണത്തിന്റെ പതിറ്റാണ്ടുകളോളം അങ്ങ്, എനിക്ക് തോന്നുന്നു 3 പതിറ്റാണ്ടെങ്കിലും അങ്ങ് പ്രവാസിയായിരുന്ന ആളാണ്. പ്രവാസികൾ ഉൾപ്പെടെ, ലോകമെമ്പാടുമുള്ള പ്രവാസികൾ ഉൾപ്പെടെ അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയുടെ വാക്കുകൾ കടമെടുത്താൽ അവരുടെ വിയർപ്പിന്റെ അംശമാണ് ഇത്തരത്തിൽ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാവട്ടെ, മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കാകട്ടെ അതിനൊക്കെ വിനിയോഗിക്കുന്നത്. ഇവിടെ ശ്രീ രതീഷ് ചക്രവാണി, ഇത് പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയൊന്നുമല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ്. പക്ഷെ പ്രചാരണങ്ങൾ പലപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതെന്തോ പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയാണോ, ഇദ്ദേഹം ഇനി ഇതിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ പാർട്ടിക്കാർ പൈസ അടിച്ചുകൊണ്ട് പോകുന്നു എന്ന നിലയിലൊക്കെ തോന്നുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ സുതാര്യത ഉറപ്പാക്കാൻ, അതിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നത് പോലും ഇപ്പൊ വലിയ കുറ്റമാണ്, തെറ്റാണ്, കേസ് എടുക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള നിലയിലാണ്. പലർക്കുമെതിരെ കേസ് എനിക്കെതിരെ ഇന്ന് സൈബർ സെല്ല് കേസെടുത്തു. ഞാൻ അവിടെ പോയി എന്റെ വീഡിയോയിൽ, ഞാൻ ഇപ്പോഴും എല്ലാ മലയാളികളോടും പറയുകയാണ്, എന്റെ വീഡിയോയിൽ ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, വയനാട് ദുരന്തം അനുഭവിച്ചവർക്ക് കൈയഴിഞ്ഞ് മനസ്സറിഞ്ഞ് ഉള്ളതെല്ലാം വാരിക്കോരി കൊടുക്കണം. പക്ഷെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല. 1 ലക്ഷമോ 10,000മോ കൊടുത്താൽ ആ കൊടുത്ത പൈസ എവിടെ ചെലവായെന്ന് കണക്ക് ചോദിക്കണമെന്ന് പറഞ്ഞത് അന്തം കമ്മികൾ എന്റെ നെഞ്ചത്ത് ഇങ്ങനെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ട് എന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ചു വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുത് എന്നൊരു പോസ്റ്റർ ഒട്ടിച്ചിട്ട് കൊടുത്തതിന് ഞാൻ ഇന്ന് 10 കേസ്, എനിക്കെതിരെ 1 കേസാണ് എടുത്തത്. ഞാൻ അത് കോടതി കണ്ടസ്റ്റ് ചെയ്തോളാം, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കെതിരെ അന്തം കമ്മികൾ, ഉടായിപ്പും കൊണ്ട് നടക്കുന്ന ചില കള്ളന്മാർ തെറ്റായി കേസ് കൊടുത്തതിന് ഞാൻ 10 കേസാണ് ഇന്ന് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. 10 കേസസ് രജിസ്റ്റേർഡ് ഇൻ കൊച്ചി സൈബർ ക്രൈം SIക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. അതെ, അതിലൊരു സുതാര്യത ഉറപ്പാക്കണമെന്ന് പൊതുസമൂഹം പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കാണാൻ പറ്റുന്നുണ്ടോ ശ്രീ രതീഷ് ചക്രവാണി? അങ്ങനെ ഒരു, ഇപ്പോ നമ്മുടെ ബെന്നി ജോസഫ് തന്നെ പറയുന്നത് പോലെ ഈ നമ്മള് അത്രയധികം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മലയാളികൾ, നമുക്കറിയാം പ്രളയ സമയത്തടക്കം കോവിഡിന്റെ ഒക്കെ കാലഘട്ടത്തിലൊക്കെ ആ നിലയ്ക്കുള്ള സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, എടുത്തു പറയട്ടെ, അത് പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ്. നാളെ പിണറായി വിജയൻ മാറി മറ്റൊരാൾ വന്നാൽ അതിൽ അവശേഷിക്കുന്ന ഫണ്ടൊക്കെ ആ മുഖ്യമന്ത്രി ചെലവഴിക്കേണ്ടതാണ്. ചിലപ്പോൾ കോൺഗ്രസ്സുകാരനായിരിക്കാം, നീ പോയി പറയപ്പെടുന്നത് പോലെ നാളെ എപ്പോഴെങ്കിലും അത് BJPക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യം വന്നാൽ അത് BJPയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിനെ ആ നിലയ്ക്ക് തന്നെ കാണുകയാണ് വേണ്ടത്. അപ്പോഴും ശ്രീ രതീഷ് ചക്രവാണി അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉന്നയിക്കുന്നത് പോലും തെറ്റാണെന്ന് പറയുന്നതിൽ അടിസ്ഥാനമുണ്ടോ? അതൊരു ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതാണോ, ഭൂഷണമാണോ? കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം.
കേൾക്കാം കേൾക്കാം. ഫിറോസ്, ഇതിനകത്തുള്ള പ്രശ്നം ഇപ്പൊ ഫിറോസ് പറഞ്ഞത് തന്നെയാണ്. കാരണം സത്യത്തിൽ ഇതൊരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു CM-ന്റെ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടാണ്. ആ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് CM-ന്റേതാണ് എന്ന് പറയുന്ന ഒരു തോന്നൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് മഹാഭൂരിപക്ഷത്തിൽ ഇപ്പൊ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത് CPM-ന്റെയോ അല്ലെങ്കിൽ പിണറായി വിജയന്റെയോ കയ്യിലേക്ക് എത്തുന്നു, പാർട്ടിയുടെ ഒരു സർവാധിപത്യത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നൊരു തോന്നലിൽ നിന്നാണ് ഇത് പാർട്ടിക്കാരെല്ലാം അടിച്ചിട്ട് പോകുമെന്ന് പറയുന്ന ഒരു തോന്നൽ ജനത്തിനുണ്ടായിട്ടുള്ളത്. അതിന്റെ കാരണം ഈ പറയുന്ന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പിണറായി വിജയൻ കാഴ്ചവെച്ചിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ള ഭരണം കൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമുക്കറിയാലോ, രാമേന്ദ്രൻ നായരുടെ വീട്ടിലെ കണക്കെടുക്കാൻ വേണ്ടി സ്വർണത്തിന്റെ പലിശ അടക്കാൻ വേണ്ടി പോലും ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം ചെലവഴിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത് നമുക്കറിയാലോ, അതായത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, ബെന്നിച്ചേട്ട പറഞ്ഞു കഴിഞ്ഞു, അതായത് ഇപ്പൊ ഗൺമാൻ കുടിയേറിയുടെ ഗൺമാൻ മരിച്ചതിന് 20 ലക്ഷം രൂപ എടുത്തു കൊടുക്കുന്നു. ഉഴവൂർ വിജയൻ അതായത് NCPയുടെ ഒരു സംസ്ഥാന നേതാവാണ്, അദ്ദേഹം കേരളത്തിൽ എന്താണ് സംഭാവന നൽകിയിട്ടുള്ളത് നമുക്കൊന്നും അറിയില്ല. ഇനി സംഭാവന നൽകിയിട്ടെങ്കിൽ പോലും പോട്ടെ, ഈ ദുരിതാശ്വാസ നിധിയിൽ പണം എടുത്തു കൊടുക്കുന്നു. അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഫിറോസ്, ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ സത്യത്തില് ഇപ്പൊ നമ്മുടെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി നമുക്കറിയാം ഋഷി സുനക് ആയിരുന്നു. ഋഷി സുനക് ഈ പറയുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം ഒരു അഡിഡാസിന്റെ സ്നീക്കേഴ്സ് ഇട്ടുകൊണ്ട് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തത് അവിടെ വലിയ രോഷത്തിനിടയാക്കി. സത്യത്തില് അദ്ദേഹം ഒരു അഡിഡാസ് ഇട്ടുകൊണ്ട് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ അദ്ദേഹം പല പരിപാടികളിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിന് കാരണം അദ്ദേഹം ബ്രിട്ടൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഗിമ്മിക്കോ വേഷം കെട്ടോ കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ് വലിയ വിമർശനത്തിനിരയായി. അതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിമർശനത്തിന് ഇരയാകുന്നതിന്റെ കാരണം ബാക്കി എല്ലാ രീതിയിലും ജനത്തിന് അയാളോട് വലിയ രോഷമുണ്ട്. ആ രോഷമാണ് അങ്ങനെ പ്രകടിപ്പിക്കുന്നത്. അതാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ ഞാനിപ്പോ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, അതായത് CM-ന്റെ എന്ന് പറയുന്ന ഒരു ഡിസാസ്റ്റർ ഫണ്ടിലേക്ക് സംഭാവന കൊടുക്കരുത് എന്ന് നമ്മൾ പറയരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു സംവിധാനം നമ്മുടെ കയ്യിലില്ല. ഇപ്പൊ ഇന്നലെ തന്നെ ഇപ്പൊ എന്റെ കയ്യിൽ ഈ ഫോൺ ഇരിക്കുന്നുണ്ട്, ഈ ഫോണിനകത്ത് ഇപ്പൊ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഫിറോസ് ഞാൻ അയച്ചിരുന്നത്. ഇപ്പൊ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിരിക്കാനുള്ള, അതായത് എന്താണ് അടിമക്കുഞ്ഞെന്ന് പറയുന്ന ഒരാളുടെ ഫോൺ നമ്പറൊക്കെ വെച്ച് പിരിക്കാനുള്ള ഒരു നോട്ടീസ് അടിച്ചിറക്കിക്കാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഷോ കാണിക്കാൻ വേണ്ടി ഇറങ്ങുന്ന, കാശ് കൊടുക്കുന്നവരും ഷോ കാണിക്കാനാണ്, അതിലൊന്നും ഒരു സംശയമില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഭയങ്കര ഉദാരമനസ്കതയും സ്നേഹമായിട്ടും ഒക്കെ ഒഴുകുകയാണെന്നൊക്കെ പറയുന്നതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളൊരു ഷോയുടെ ആൾക്കാരാണ്. DYFIക്കാർ അവരുടെ ടീഷർട്ട് ഇട്ട് വരുന്നു, മറ്റേ നമ്മുടെ ഓരോരോ പാർട്ടികൾ, അതായത് PFIയുടെയും നേരത്തെ PFIക്കാരൊക്കെ ഇതിൽ ഭയങ്കര ഇതുണ്ടായിരുന്നു. 2018 വെള്ളപ്പൊക്കത്തില് പുറത്തൊക്കെ അറിയേണ്ടത് PFIക്കാരൊക്കെ എന്ത് ചെയ്തിരുന്നു, ഒരു കയ്യിൽ ബോംബ് വെച്ചിട്ട് ഒരു കയ്യിൽ എന്ത് ചെയ്തിരുന്നു വേണ്ടി ഇറങ്ങിയിരുന്നു. അപ്പൊ അത്തരത്തിൽ SDPIയുടെ ആളുകൾ, വെൽഫെയർ പാർട്ടിയുടെ ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളെല്ലാം അവർ ടീഷർട്ട് ഇട്ടാ പറഞ്ഞത്. ഈ ടീഷർട്ട് ഇട്ട് പറഞ്ഞതിനാണ് സ്വന്തം മാർക്കറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. സത്യത്തിൽ ഇന്ന് ഇപ്പൊ മോഹൻലാൽ പോലും ചെയ്ത ഒരു പരിധി വരെ അതാണ്. അപ്പൊ അതിന്റെയൊക്കെ ഞാൻ ആ അർത്ഥത്തിലേക്ക് പോകുന്നില്ല. കാരണം വെച്ചാൽ അതൊരു വലിയ പ്ലാന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം. അല്ലാതെ ഇപ്പൊ 45 പേരോടൊക്കെ കേസ് എടുത്തു. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ബെന്നിച്ചേട്ടന്റെ പേരിലും ചിലപക്ഷം ബെന്നി ജോസഫിന്റെ പേരിൽ കേസെടുത്തു, ആദ്യം ഷാജിന്റെ പേരിൽ കേസെടുത്തു. ഈ കേസ് എടുക്കുന്നത് കൊണ്ട് പിന്നെയും ജനത്തിനെ ശത്രുത മനോഭാവം ഉണ്ടാക്കുകയാണ്. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നു, നമുക്ക് ഇപ്പൊ ബെന്നിച്ചേട്ടനാണെങ്കിലും എനിക്കാണെങ്കിലും അല്ലെങ്കിൽ ഫിറോസിനാണെങ്കിലും ഒക്കെ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടാൻ കഴിയുന്ന ഒരു കാര്യം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്താലേ നമുക്ക് പറ്റുള്ളൂ. അതിൽ തട്ടിച്ചെടുത്തിട്ടുള്ള കാര്യം ഇപ്പൊ എറണാകുളത്ത് തന്നെ കളക്ടറേറ്റിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരാണ് പണം അടിച്ചു മാറ്റിയത്. വേറൊരു തിരുവനന്തപുരത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ നമുക്കറിയാലോ 2 കോടി രൂപ അയാൾ ചെലവഴിച്ചു. അയാൾ റമ്മി കളിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ലൂപ്പ് ഹോളുകളെല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ആളുകൾ ഇതിനകത്തേക്ക് സംഭാവന ചെയ്യണം. പക്ഷെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതിന്റെ ഇപ്പൊ ഇതുവരെയുള്ള ഫണ്ടുകൾ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിന്റെ കണക്ക് ഇപ്പോഴും കൊടുത്തിട്ടില്ല. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഏതാണ്ട് 37ഓളം വരുന്ന വിവരാവകാശ മറ്റേ അപേക്ഷകളോട് കെട്ടിക്കിടക്കുകയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ മറച്ചു വെക്കാമെന്നാണ് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്തേ പറ്റൂ. പക്ഷെ അതിനുള്ള വഴി എന്ന് പറയുന്നത് ഇപ്പൊ VD സതീശന്റെ പേരിൽ ഇങ്ങനെ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു പോസ്റ്റർ ഉണ്ടാക്കി ഇടുന്നതല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം നാളെ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ പിണറായി മാറും, വേറെ X വന്നേക്കാം, Y വന്നേക്കാം, മറ്റാളുകൾ വന്നേക്കാം. അതുകൊണ്ട് സിസ്റ്റത്തിനെ നമുക്ക് തകർക്കാൻ കഴിയില്ല.
പലപ്പോഴും ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പോലും എന്നോട് ആളുകൾ ചോദിച്ചിരുന്നു, നിങ്ങൾ ഇപ്പൊ എന്താണ് പിണറായി വിജയനെ അനുകൂലിക്കുകയാണോ? ഇത് പിണറായിയുടെ കേസല്ല, ഫിറോസ് പറഞ്ഞാണ് അതിന്റെ കേസ്. ഇത് കേരള മുഖ്യമന്ത്രിയുടെ ഫണ്ടാണ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഗവൺമെന്റുകളുടെ കാലത്ത് വലിയ അതിക്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിന്റെ ഫണ്ടുകൾ സത്യത്തിൽ ഫിറോസ് ഇപ്പൊ എറണാകുളത്തുള്ള കേസിൽ ഇപ്പൊ പോലും ആ ഫണ്ട് തിരിച്ചു പിടിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മള് ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയത് തിരിച്ചു പിടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ഇപ്പൊ സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞൊരു കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട്, ബെനിച്ചേട്ടൻ കൃത്യമായിട്ട് അറിയും. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുത്ത് പോസ്റ്റർ പ്രചരിക്കുകയാണ്. എന്താണെന്നറിയാം, വഹായ് നല്ല ടൈമായി എന്ന് പറഞ്ഞിട്ട്. ഏത് ഈ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് എങ്ങനെ അധപ്പതിച്ചു എന്ന് ഗവൺമെന്റ് ആലോചിക്കുകയും ഇപ്പൊ ബെന്നിച്ചേട്ടനൊക്കെ പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഇത് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിക്കുകയും ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ഇനി ആവർത്തിക്കില്ല, ഞങ്ങൾ എന്ത് ചെയ്യും. ഒരു കാര്യം കൂടി ഞാൻ ഫിറോസിനടുത്ത് പറയാട്ടോ, പുനരധിവാസത്തിലൊക്കെ ഒരുപാട് അടിച്ചുമാറ്റലുകൾ നടക്കും. എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് കൊടുത്തിട്ടാണ് വീട് പണിയാൻ പറ്റുള്ളൂ, അതിലൊക്കെ നടക്കും. അത് കൂടാതെ അതിന് പോലും ക്ഷമയില്ലാതെ നേരിട്ട് നടത്തിയ വെട്ടിപ്പുകളാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന CMDRF-ലേക്ക് ആളുകൾ സംഭാവന ചെയ്യണം. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത്, ആളുകൾ മുഴുവൻ ഫൈറ്റ് ചെയ്യുന്നത് ആരും ഇന്നുവരെ പറഞ്ഞില്ലല്ലോ 2018 പറഞ്ഞു. അപ്പൊ ഇപ്പൊ 5 കോടി രൂപ അദാനി കൊടുത്തിട്ടുണ്ട്, യൂസഫ് അലി കൊടുത്തിട്ടുണ്ട്, നിരവധി ആളുകൾ കൊടുത്തിട്ടുണ്ട്. കൊടുക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവിടെ മറ്റൊന്നാണ്. കാരണം ഇത് സംഭാവന ചെയ്യണമെന്ന് ചോദിച്ചാൽ സംഭാവന ചെയ്യണം. പക്ഷെ ആ ചെയ്യുന്ന ഓരോ രൂപയും അക്കൗണ്ടബിൾ ആണ്. കാരണം ഈ പറയുന്ന പാവപ്പെട്ട 4000-ഓളം ആളുകൾ കഷ്ടത്തിലായി പോയൊരു കാര്യമാണ്. അത് തന്നെ നമ്മുടെയൊക്കെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ്, ഭരണകൂടങ്ങളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ നമ്മൾ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ്. പള്ളിയിൽ പട്ടക്കാരും അടക്കമുള്ള ആളുകൾ മൊത്തം പറയുന്ന പോലെ എല്ലാവരും മാഫിയകൾക്ക് വേണ്ടി നിന്നതുകൊണ്ടാണ്, കോറി മുതലാളിമാർക്ക് നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഇനിയെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കൃത്യമായ ഒരു കാര്യം ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഈ പകരം സംവിധാനം എന്ത് എന്ന് ഞാൻ ശ്രീ ബെന്നി ജോസഫിനോട് ചോദിക്കുകയായിരുന്നു. അദ്ദേഹം അതിന്റെ ഉത്തരത്തിലേക്ക് വരികയുമായിരുന്നു. ശ്രീ ബെന്നി ജോസഫ്, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിലും ഒരു വിവരാവകാശം കൊടുക്കാനെങ്കിലും കഴിയും കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ. പക്ഷെ നമുക്കറിയാമല്ലോ ഈ PM റിലീഫ് ഫണ്ടും ഉണ്ട്. അപ്പൊ അവിടെ കണക്ക് പോലും ചോദിച്ചുകൊണ്ട് ഇവിടെ ആരും വരരുത് എന്ന് പറയുന്നുണ്ട്. അതിലേക്ക് സാങ്കേതികമായി എത്തിച്ചേരുന്ന കോടിക്കണക്കിന് രൂപയുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ നിന്ന് തന്നെ. ഞാനതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല, അത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ. അപ്പോ ഇവിടെ കാര്യങ്ങൾ കുറച്ചെങ്കിലും നമുക്ക് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ വിവരാവകാശം കൊടുക്കാനെങ്കിലുമുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്ന ഒരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊന്ന്. 2, ഇതിന് പകരം ഇപ്പോ നമ്മളെ ഒരു സന്നദ്ധ പ്രവർത്തന സംഘം എല്ലാം കൂടെ, അല്ലെങ്കിൽ ഇപ്പൊ സേവാഭാരതി ആകട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആകട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ആകട്ടെ, യൂത്ത് കോൺഗ്രസ് ആകട്ടെ, ഇവർക്കൊന്നും പോയി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ലല്ലോ. ഇപ്പോ അവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കാൻ തന്നെ 2 ദിവസം കൊണ്ട് സൈന്യം വന്ന് ചെയ്ത ഇടമാണ്. അപ്പൊ അത്തരം ഒരു സ്ഥലത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവോ ആയിക്കോട്ടെ, അതൊരു സംവിധാനത്തിന്റെ തലവൻ എന്ന നിലയിൽ അതിന്റെ തലപ്പത്ത് മുഖ്യമന്ത്രി വരുന്നു. അതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാകുന്നു. നിലവിൽ കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ ആകുന്നത് കൊണ്ട് പിണറായി വിജയൻ അതിൽ അക്കൗണ്ടബിൾ ആകുന്നു, അല്ലെങ്കിൽ അതിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് ക്യാമ്പയിനുകളെ വല്ലാതെ ഏത് നിലയ്ക്കും നേരിടണമെന്ന് സർക്കാർ തീരുമാനിക്കുന്നത് ഇങ്ങനെ ഒരു ദുരന്തമുഖത്ത്. ശ്രീ ബെന്നി ജോസഫ്. ഫിറോസ് ഉത്തരത്തെക്കാട്ടിലും വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതെനിക്ക് മനസ്സിലായി. രതീഷിന് മനസ്സിലായിട്ടുണ്ടാവും പിണറായി വിജയന്റെ ഇതൊക്കെ. ഞാനൊരു കാര്യം പറയാം. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നമുക്ക് വിവരാവകാശം ചോദിക്കാൻ പോലും പറ്റില്ല. രണ്ടാമത് ഇവിടെ ഇരിക്കുന്ന രതീഷും CR നീലകണ്ഠനും ഷാജൻ സക്രിയയും ബെന്നി ജോസഫൊക്കെ ചുമരിലെ പടമാവാത്തത്, മദനിൽ ഒട്ടുതൊട്ട് പടമാവാത്തത് കേരളമായതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയും. ഞാൻ വല്ല ബോംബെയിലോ UP-യിലോ ബീഹാറിലോ തമിഴ്നാട്ടിലോ ഒക്കെ ആണെങ്കിൽ ഞാനും രതീഷും ഷാജൻ സക്രിയൊക്കെ പണ്ടേ പടമായേനെ. പക്ഷേ ഞങ്ങൾ പടമായാലും പറയാനുള്ളത് പറയും. ഒരു കാര്യം പറഞ്ഞോട്ടെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പണം കൊടുക്കരുതെന്ന് വിരലിലെണ്ണാവുന്നവർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൂടുതലും ആൾക്കാർ അതൊന്ന് കറക്റ്റ് ചെയ്യാനേ പറഞ്ഞുള്ളൂ. എന്റെ പൊന്നു ഫിറോസെ, ധാർഷ്ട്യത്തോടുകൂടി രാജാവ് കളിച്ചാൽ പട്ടിണി പാവങ്ങൾ പോലും പോടാ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടത് ധാർഷ്ട്യവും കിടക്കു പുറത്ത് എന്നും ആരടാ എന്തടാ എന്ന് ചോദിക്കുന്ന ഒരു പരിപാടിയൊന്നും ഇനി നടക്കില്ല.
അദ്ദേഹം ഞങ്ങളെ പോലെയുള്ളവർ, വേണ്ട ബെന്നി ജോസഫിനെ ഒന്നും വേണ്ട, കാര്യം അറിയാവുന്ന കുറച്ചു പേരെ വിളിച്ചിട്ട് ഇത് വളരെ ലളിതമായിട്ട് തൂശി കൊണ്ടെടുക്കാൻ പറ്റുന്ന പലതും അദ്ദേഹം തൂമ്പ കൊണ്ടെടുക്കുന്നത് ഒരു കൊറിയൻ രാജാവിന്റെ ചില മിടുക്ക് ഇന്നത്തെ മുഖ്യമന്ത്രി കാണിക്കണോണ്ടാ. നമ്മുടെ മുഖ്യമന്ത്രി ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി 25 വർഷം, യേശുദാസിന്റെ ഒരു ഹൃദയതാളത്തിൽ 333 ഹാർട്ട് സർജറി, ഉമ്മൻചാണ്ടിയുടെ സർക്കാരുള്ളപ്പോൾ ശ്രുതി തരംഗത്തിലെ ഗവർണർ അപ്പോയിന്റഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു ഞാൻ, അതിന്റെ അകത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു. 1800 കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തു. ഉമ്മൻചാണ്ടിയും AK ആന്റണിയും നയനാരും അച്യുതാനന്ദനും ഇരിക്കുമ്പോഴും ഞാൻ മാസത്തിൽ ഒരിക്കൽ സെക്രട്ടേറിയറ്റിൽ പോകും. ചില നല്ല കാര്യങ്ങൾ, കേരളത്തിലെ കാര്യങ്ങൾ പറയും. ഇങ്ങോട്ട് പോരും, പേരും പെരുമയൊന്നും വേണ്ട, ചില ഐഡിയാസ് അവർക്ക് പറഞ്ഞു കൊടുക്കും, അവരതെടുക്കും. വിഴിഞ്ഞം തുറമുഖമായാലും കോക്ലിയർ ആയാലും MRP ആയാലും അവയവദാനത്തിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ പല പുട്ടടി ഉരുളക്കിഴങ്ങ് സൊസൈറ്റി ഒക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ട് പോലും അവർ ചില നടപടിയെടുക്കും. ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ചീഫ് മിനിസ്റ്റർ വന്നിട്ട് ഞാനൊരു 5 തവണയെങ്കിലും സെക്രട്ടേറിയറ്റിൽ പോയിട്ടുണ്ട്. അവര് നമ്മളെ കാണാൻ സമയമില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു വേണ്ട, നമുക്കൊരാവശ്യമില്ല, പതുക്കെ സ്വസ്ഥതയാവാൻ, ഒരു ആമയാവാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. 2 കൈയും 2 കാലും അകത്തോട്ട് വലിച്ച് തലയകത്തോട്ട് വലിച്ചിട്ട് ആമയാവുക. പക്ഷേ എന്റെ മൂക്കിൽ ശ്വാസം ഉള്ളിടത്തോളം, എന്റെ നെഞ്ചിടിപ്പുള്ളിടത്തോളം കാലം, എന്റെ നാക്ക് ചെലിക്കുന്നിടത്തോളം കാലം ഞാൻ ആരും തെറിയൊന്നും പറയില്ല, ഞെക്കിട്ടും കയറില്ല. പക്ഷെ മുഖ്യമന്ത്രി ആണെങ്കിലും DGP ആണെങ്കിലും കളക്ടർ ആണെങ്കിലും ആരാണെങ്കിലും ഒരു തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായാൽ നല്ല ബഹുമാനത്തോടുകൂടി അല്പം ധിക്കാരത്തോടുകൂടി തെറി പറയാതെ ചോദ്യം ചോദിക്കും. അത് ഇനിയിപ്പോ നാളെ വെടിവെച്ചു കൊണ്ടുവന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് പണം സ്വീകരിക്കാൻ ഏറ്റവും നല്ല മാർഗം. പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ച് ലൂപ്പ് ഹോൾസും കുറച്ച് തട്ടിപ്പും നടന്നുപോയി. അത് തിരുത്താമെന്ന് ഒരൊറ്റ വാക്ക് പറയാൻ അദ്ദേഹത്തിന് തലക്കനവും കുറച്ച് ധാർഷ്ട്യം ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കുള്ളൂ. പിന്നെ സംഘടനകൾക്ക് പൈസ അയച്ചാൽ ഞാൻ പറയട്ടെ, നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ നിയമം അനുസരിച്ച് ക്ലബ്ബുകളോ സംഘടനകളോ വ്യക്തികളോ പൈസ മേടിച്ച് പുട്ടടിച്ചാൽ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, താങ്കളുടെ മന്ത്രിസഭയും കൂടി കൂടിയിട്ട് ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി CMDRF അത് കുറച്ചും കൂടി വിവരാവകാശത്തിന്റെ കീഴിൽ കൊണ്ടുവരികയും അത് 36,000 രൂപ അടക്കാനൊക്കെ പറയുന്നത് കേട്ടോ. MK ഹരിദാസ് എന്ന് പറഞ്ഞ പ്രോപ്പർ ചാനലിന്റെ അല്ലെ മുൻകാല ജനപക്ഷ പ്രവർത്തകനായ MK ഹരിദാസ് വിവരാവകാശം വെച്ച് 3 കൊല്ലം നടന്ന് അപ്പോൾ പറയുവാണ്, വയനാടത്തെ മാത്രം വേണമെങ്കിൽ തരാം 36,500 രൂപ അടക്കാൻ. അത് പത്രവാർത്ത ഞാൻ ഇട്ടിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് എല്ലാ മലയാളികളോടും കൈകൂപ്പി ഞാൻ ഒരു കാര്യം പറയുന്നു, ഫിറോസിനോടടക്കം, എനിക്ക് പെർമനന്റ് എനിമീസ് ഇല്ല, എനിക്ക് പെർമനന്റ് ഫ്രണ്ട്സും ഇല്ല. അപ്പോൾ കാണുന്ന കാര്യം കൃത്യമായിട്ട് പറയും. അപ്പോഴുള്ള ദേഷ്യം കഴിഞ്ഞ് താൻ എന്നോട് മിണ്ടിയില്ലെങ്കിലും ഞാൻ ഫിറോസിനെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ സലാം അലൈക്കും ഫിറോസെ എന്ന് പറയും. പക്ഷെ ഉള്ള കാര്യം മൂത്തോക്കി പറയും. അത് ഇനി 65 വയസ്സിൽ മാറ്റാനും തീരുമാനിച്ചിട്ടില്ല. എനിക്കിപ്പോഴും പറയാനുള്ളത്, എന്നെ ശ്രമിക്കുന്ന ഈ ചാനൽ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും പറയുവാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിങ്ങൾ 1 ലക്ഷമോ 10 ലക്ഷമോ 10,000മോ അയച്ചു കൊടുത്താൽ അത് സുതാര്യതയോടെ കൈകളിൽ എത്തുക എന്ന് ഉറപ്പാക്കാൻ, അത് കിട്ടിയെന്ന് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. അത് ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭക്കും സർക്കാരിനും ദുരന്ത സേനയുടെ ചെയർമാനൊക്കെ ബാധ്യസ്ഥയുണ്ട്. നിങ്ങളാരും തമ്പുരാനല്ല, ഞങ്ങളാരും അടിമകളുമല്ല എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവിടെ ദാഷ്ട്യവും അഹങ്കാരവും കൊണ്ട് കേസെടുത്ത് തോൽപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഗാന്ധിജിയെയൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? എന്തിന് ഗാന്ധിജി? ഇവരുടെ AKGയെ നമുക്ക് മറക്കാൻ പറ്റുമോ? അതായത് നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ വിയോജി ഏത് അഭിപ്രായവും നമുക്ക് പറയാം, അസഭ്യമായ ഭാഷയിൽ നമുക്ക് ഏത് അഭിപ്രായവും പറയാം. അഭിപ്രായം പറയുക എന്നതാണ്, അഭിപ്രായങ്ങൾ അങ്ങനെ നിരവധിയായ അഭിപ്രായങ്ങൾ പറയുന്നതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അങ്ങനെ അല്ലെങ്കിൽ അതെ, അപ്പൊ അങ്ങനെ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ആ വിയോജിപ്പുകൾ കൃത്യമായും പ്രകടിപ്പിക്കുമ്പോഴും അങ്ങയുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവനുള്ള കാലം വരെ നിൽക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പൗരന്റെ കടമ. അപ്പൊ ആ നിലയ്ക്ക് അങ്ങ് ഉന്നയിച്ച ആശങ്കകൾ പ്രധാനമാണ്. പക്ഷെ അങ്ങ് ആവർത്തിച്ചു പറയുന്നുണ്ട്, ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് ഇവിടെ ആകെ നമുക്ക് ഇത്തരത്തിൽ ഒരു ദുരന്ത മുഖത്ത് നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും
വിശ്വാസ യോഗ്യമായ ഒരു സംവിധാനം, ആ സംവിധാനം ഉപയോഗിക്കുക. പക്ഷെ അവിടെ ചില സംശയങ്ങൾ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംശയങ്ങളല്ല, അങ്ങനെ പറഞ്ഞു പോകരുത്. സംശയങ്ങളല്ല, തെളിവടക്കം കളവുകൾ പിടിച്ച 300 കേസുകളുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ പ്രതിയാണ്, പലരും പ്രതിയാണ്. അവരെ ശിക്ഷിക്കണം. ഇനി അത് ലൂപ്പോൾ ഇല്ലാണ്ട് വിവരാവകാശത്തിന്റെ കീഴിൽ കൊണ്ടുതന്നെ. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത് ഫിറോസ്. കൃത്യമായി ഞാൻ പറയുകയാണ്, അവിടെ കളവ് നടന്നു. സംശയമല്ല, കളവ് നടന്നു. വകമാറ്റി ചെലവാക്കി, മാത്രമാണ് ചെയ്തത്. ഓക്കെ, താങ്കൾ പറഞ്ഞത് നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട. സംശയമല്ല, തെളിവടക്കം 300 കേസ് എടുത്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് എടുത്തിട്ടുണ്ട്, വിജിലൻസ് എടുത്തിട്ടുണ്ട്. ചിലത് കോടതിയിൽ വന്നിട്ടുണ്ട്, ചിലത് കോടതിയിൽ കുറ്റപത്രം കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ ഉടായ്പകളാണ്. എന്റെയും തന്റെയും കേസൊക്കെ ആണെങ്കിൽ 1 മാസം കൊണ്ട് പണിയും കൊടുത്ത് അവിടെ കുറ്റപത്രം കൊടുക്കും. വലിയ വലിയ കേസൊക്കെ കുറ്റപത്രം കൊടുക്കണം 5 കൊല്ലം കഴിയുമ്പോഴാണ്. അതെ, അത്തരം കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്താനുള്ള ബാധ്യത ഇപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് സർക്കാർ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സർക്കാർ ആയതുകൊണ്ട് ആ സർക്കാരിനോടെ പറയാൻ പറ്റും, ആ മുഖ്യമന്ത്രിയോടെ പറയാൻ പറ്റും. അത് പൊതുസമൂഹത്തിന്റെ ന്യായമായ ആവശ്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള ചിലപ്പോ അത് വിവേചനാധികാരമൊക്കെ സർക്കാരിനുണ്ടാകാം. പക്ഷെ അത് ഒരു ആവശ്യമായി നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ കൂടുതൽ സുതാര്യത ഉറപ്പാക്കേണ്ടത് അതിപ്പോ ഏത് ഭരണകൂടം, ഏത് സർക്കാർ ഭരിച്ചാലും ആ സർക്കാരിന്റെ തന്നെ ബാധ്യതയാണ് എന്ന് ഉറപ്പിക്കേണ്ടി വരും. അത് ഒറ്റ ചെറിയ ക്രൗൺ പ്ലാസയുടെ ഓണറായ NBTC-യുടെ കുവൈറ്റിൽ ഈയിടക്ക് തീ പിടിച്ചു പോയ അതിന്റെ ഓണർ KG എബ്രഹാം സാറ് 5 കോടി രൂപ 2018 വെള്ളപ്പൊക്കത്തിൽ 5 കോടി രൂപ കൊടുത്തിട്ട് അദ്ദേഹം ചോദിച്ചു ഇത് എവിടേക്കാണ് മുടക്കിയെന്ന് വെച്ചാൽ ഈ 5 കോടി രൂപ മുടക്കിയവനോടൊന്ന് പറഞ്ഞുകൂടെ ഇത് എവിടെയാണെന്ന്? അത് പറഞ്ഞോ? എന്നിട്ട് അദ്ദേഹം വന്ന് പത്രസമ്മേളനം നടത്തിയില്ലേ, ഞാൻ ഇനി ഒറ്റ പൈസ കൊടുക്കൂല, ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാന്ന്. എന്തേ അതിന് ഇപ്പോഴും ഉത്തരം പറയാത്തത്? അല്ല, അതുമായി ബന്ധപ്പെട്ട് രതീഷിന് എന്തെങ്കിലും കമന്റ് ചെയ്യാനുണ്ടോ? സത്യമാണ് KG ഒരു കാര്യം കൂടി ഇപ്പൊ സത്യത്തില് അല്ല, ഗവൺമെന്റിന്റെ ഒരു പ്രയോറിറ്റിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഫിറോസ് അറിയേണ്ടത് ഇപ്പോ ഈ പറയുന്ന ഏതാണ്ട് 44 പേർക്കെതിരെ, ചാനലുകൾക്കെതിരെ രാവിലെ തന്നെ കേസ് എടുത്തിരുന്നു. അപ്പൊ അതിലിപ്പോ ബെന്നി ജനപക്ഷമൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. ആയിട്ടുവാദി ഷാജിദ് കറിക്കെതിരെ അങ്ങനെ നിരവധി ആളുകൾക്കെതിരെ കേസെടുത്തു. സത്യത്തില് ഗവൺമെന്റ് ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള തട്ടിപ്പുകളിൽ അതിനെതിരെ കേസെടുക്കാൻ വേണ്ടി നേരത്തെ തന്നെ ആർജവം കാണിച്ചിരുന്നുവെങ്കിൽ ഈ ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതാണ് ഇതിന് പ്രശ്നം. പിന്നെ ഇതൊരു കാര്യം കൂടി ഫിറോസിന് പറയാതെ വയ്യ. സത്യത്തില് ഇപ്പൊ ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ ചക്രത്തി പോരാട്ടങ്ങൾക്കിടക്ക് ഈ പറയുന്ന CMDRF റിലീഫ് ഫണ്ട് കൂടി വളരെ ഇപ്പൊ സത്യത്തിൽ ഇത് ആരാണ് എതിർക്കുന്നത് കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. ഇപ്പൊ കോൺഗ്രസ് എതിർക്കുന്നില്ല. കോൺഗ്രസ് ഇപ്പൊ ഇന്ന് വീഡിയോ ചോദിച്ചെന്ന് പറഞ്ഞേക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം, ഇത് കൊടുക്കണം എന്നാണ്. രമേശ് ചെന്നിത്തല ഓൾറെഡി 1 മാസത്തെ ഓണം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എതിർക്കുന്നത് ആരാണ്? ഇത് തീർച്ചയായിട്ടും ഇവിടെ സംഘപരിവാർ അത്തരത്തിലുള്ള സംഘടനകളും അല്ലെങ്കിൽ അവരായിട്ട് അനുകൂല BJP ആളുകളാണ് ഇതിനെ മുഴുവനായിട്ട് എതിർക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വളക്കൂറുള്ള ഒരു മണ്ണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ സൃഷ്ടിക്കുന്നതിൽ പിണറായി വിജയന് വലിയ പങ്കുണ്ട്. പ്ലസ് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തെയും തകർക്കുക എന്നുള്ളതാണ് വളരാനുള്ള വഴി എന്ന് കണ്ടിട്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് അവരെ പോലും കുറ്റം പറയാത്തതിന്റെ കാര്യം അതിനുള്ള എല്ലാ മറ്റേ താരത്തിൽ വെച്ച് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നത് CPM ആണ്. ഇത് ഫിറോസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാനാണ്. എറണാകുളത്ത് ഈ ഫണ്ട് തട്ടിച്ച ആളുകളെ, അതായത് പല യൂണിയനുകളിലും പെട്ട ആളുകളാണ്. ആ യൂണിയനിൽപ്പെട്ട ആളുകളെ കീ പോസ്റ്റുകളിൽ ഇരുത്തിയത് മുതൽ വീണ്ടും അവരെ തട്ടിച്ചെടുത്തിട്ട് അത് രക്ഷപ്പെടുത്താൻ സഹായിച്ചത് മുതൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിക്കും അതുപോലെ ഏരിയ കമ്മിറ്റിക്കും അടക്കം പങ്കുണ്ട് അതിനകത്ത്. അപ്പൊ അത്തരത്തിൽ ഫണ്ട് പങ്കിട്ടെടുക്കണോണ്ടാണ് ജനത്തിനൊരു വലിയ സംശയം നിലനിൽക്കുന്നത്. അത് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ദുരിതാശ്വാസ നിധിയിൽ പോലും കളവുകൾ നടക്കുന്നു എന്ന് പറയുന്ന ഒരു കുറ്റത്തെ അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി CPM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPI-യും പിണറായി വിജയനും അടക്കമുള്ള എല്ലാവരും കാണാതിരുന്നതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, ഉപോൽപ്പന്നമാണ് ഇപ്പൊ വന്നിട്ടുള്ള ഏറ്റവും വലിയ വിമർശനങ്ങൾ. അപ്പൊ അത് ഒഴിവാക്കാനാണ് ഗവൺമെന്റ് ആദ്യമേ തന്നെ തയ്യാറാക്കേണ്ടത്. പിന്നെ ഞാൻ ഫിറോസിനോട് ഒരു കാര്യം കൂടി പറയാം. ഈ 44 പേർക്കെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞാൽ ഒരാളെ ശിക്ഷിക്കാൻ പറ്റുമോ ഫിറോസ്? നിയമം അറിയുന്ന ആരുടെക്കും ചോദിക്കോ? കാരണം ഇതിൽ ഒരാളെ പോലും ശിക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇത് പറയാൻ എന്തൊക്കെ വഴികളുണ്ട് ഇല്ലേ? നമ്മള് ജൂലിയസ് സീസറിന്റെ ഒക്കെ നാടകം കണ്ട പോലെ അവൻ ഇന്നസെന്റ് ആണെന്ന് 10 വട്ടം പറയുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നുന്നത് പോലെ. പക്ഷെ ഷാജൻ വളരെ കൃത്യമായി ഷാജൻ സ്കറിയ പറഞ്ഞേക്കുള്ള വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് ആലോചിക്കണം. മനസ്സിലായോ? അഖിൽമാരാർ വന്നിട്ട് പറഞ്ഞു ഞാനൊരിക്കലും CMDRF-ലേക്ക് കൊടുക്കില്ലെന്നാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എവിടെ കേസെടുക്കും? ഇപ്പൊ ഫിറോസിന് എനിക്കൊരു സാധനം തരില്ലെന്ന് പറയാൻ എത്രയോ വഴികളുണ്ട് ഇല്ലേ?
നമ്മൾ തരില്ല എന്ന് മുഖത്തോക്കി പറയേണ്ട കാര്യമില്ല. അപ്പൊ അതുപോലെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിസ്സഹായരാണ്. പിന്നെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കേസെടുക്കുന്ന പോലെ പ്രോസസ് ഈസ് എ പണിഷ്മെന്റ് എന്ന് പറയുന്ന പോലെ ആളുകളെ കോടതിയിൽ കൊണ്ടുവരാം, നിർത്താം എന്നതിനെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഇതിനകത്ത് നടക്കുള്ളൂ. അല്ലാതെ ഈ കേസുകൾ ഇത് പ്രകാരം നിൽക്കുകയോ തൂക്കിക്കൊല്ല. ഒന്നാമത്തെ കാര്യം കേരളത്തിലൊക്കെയുള്ള ഇന്ത്യയിലൊക്കെയുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത് ന്യായ സംഹിത കൊണ്ടുവന്നാലും ഈവൻ റേപ്പ് ചെയ്താൽ പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ കൊലപാതകത്തിന് പോലും ശിക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അബ്രോസ് ഓർത്ത് നോക്കാം, സിഖുകാരെ കൂട്ടക്കൊല നടത്തി എന്നുള്ള ആളെ ശിക്ഷിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? 45 വയസ്സിൽ നടത്തിയ കൊലപാതകത്തിന് ശിക്ഷിക്കുന്നത് 78ാമത്തെ വയസ്സിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് അയാൾ സംഭവം തീരാറായി, മനസ്സിലായി, ലൈഫ് തീരാറായി, എപ്പോഴാണ് ശിക്ഷിക്കുന്നത്. അപ്പൊ അത്തരം ഒരു രാജ്യത്ത് കേസൊക്കെ എടുത്ത് ആളുകളെ ഭയപ്പെടുത്തിയേക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് മൗഢ്യമാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ CMDRF ഫണ്ടിലേക്ക് തന്നെ കൊടുക്കണം. മറ്റേതെങ്കിലും ഫണ്ടുകളിലേക്ക്, ഇപ്പൊ മുസ്ലിം ലീഗിന്റെ പകരം നിരവധി ഫണ്ടുകളുണ്ട്. പക്ഷെ അത്തരം ഫണ്ടുകളിൽ ഒക്കെ നടന്നിട്ടുള്ള തട്ടിപ്പുകളൊക്കെ ഇതിനു പലതും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ തട്ടിപ്പുകളാണ്. നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാൻ കഴിയില്ല, കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല, നമുക്ക് വിവരാവകാശ പ്രകാരം 1 രൂപ പോലും ചോദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വലിയ തട്ടിപ്പിന് കളമൊരുക്കുന്ന ഒരു പരിപാടി കൂടിയാണ് നമ്മൾ CMDRF ഫണ്ടിനെ പൂർണ്ണമായും തള്ളി പറഞ്ഞാലുള്ളത്. നാളെ X മാറി Y വന്നാലും Z വന്നാലും ഈ സിസ്റ്റം നിലവിൽ ഉണ്ടാവണം. അതുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫണ്ട് കൊടുക്കണം എന്ന് ആളുകളോട് പറയുന്നത്. അതാണ്, അത് തന്നെയാണ് ശ്രീ ബെന്നി ജോസഫും പറഞ്ഞതിന്റെ ചുരുക്കം. അത് തന്നെയാണ്. നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും അത് ശ്രീ ബെന്നി ജോസഫ് പറയുന്ന പ്രകാരം ആ തെളിവുകളടക്കം, പുറത്തു വന്ന തെളിവുകളടക്കം നമ്മുടെ സമൂഹത്തിൽ വല്ലാത്ത സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനുള്ള ബാധ്യത ഏത് സർക്കാരിനും ഉണ്ട്. അതിപ്പോ പിണറായി വിജയനാകട്ടെ, അല്ലെങ്കിൽ നാളെ പിണറായി വിജയൻ മാറി മറ്റൊരു മുഖ്യമന്ത്രി വന്നാൽ ആ മുഖ്യമന്ത്രി ആകട്ടെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന നിലയിൽ അത് മുഖ്യമന്ത്രിയുടെ മാത്രമല്ല ജനങ്ങളുടെ ദുരിതാശ്വാസ നിധി എന്നുകൂടി പറയേണ്ടി വന്നാലും, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാലും അതിൽ തെറ്റില്ല. അത് നമ്മുടെ ദുരിതാശ്വാസ നിധിയാണ്. അതിന്റെ വിശ്വാസ്യത ഉറപ്പാക്കുക എന്നുള്ളത് കേരളത്തിലെ വോട്ടവകാശമുള്ള ഏത് പൗരന്റെയും അവകാശവും ബാധ്യതയുമാണ് എന്നുകൂടി പറയുന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അകമഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും സംഭാവന ചെയ്യാം. നമുക്ക് വയനാടിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളിൽ സർക്കാരിനൊപ്പം നിൽക്കാം, സന്നദ്ധ സംഘടനകൾക്കൊപ്പം നിൽക്കാം. അങ്ങനെ നമുക്ക് വയനാടിനെ തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഓരോ പൗരനും ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യം, ഏറ്റവും ചെറിയ കാര്യം ആണെങ്കിൽ ആ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. സ്നേഹം അറിയിക്കട്ടെ ശ്രീ ബെന്നി ജോസഫ്, ജനപക്ഷം, ശ്രീ രതീഷ് ചക്രവാണി രാത്രിയിൽ മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് വിട്ടുപോകരുത്. പത്രങ്ങൾ മുഖ്യ വാർത്തയാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇതിന്റെ കണക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്, കേട്ടാ. അതുകൊണ്ട് ലോകായുക്തിന്റെ പല്ലൂരിയ പോലെ ഹൈക്കോടതിയുടെ പല്ലൂരരുത്. അപ്പൊ താങ്ക് യു താങ്ക് യു വെരി മച്ച്.